സ്വഹാബാക്കളോട് പറഞ്ഞു. സ്വഹാബാക്കൾ ഈ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. സിദ്ദീഖ് തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. ദുആഇന്റെ നീളം കൂടി കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ, ഞാൻ ഒറ്റ വക്കത്ത് ജമാഅത്ത് ഒഴിവാക്കി പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, എങ്കിലും നരകത്തിലെ തീയെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, എങ്കിലും എനിക്ക് നരകത്തിലെ തീയെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. എല്ലാം പൊറുക്കുന്ന നാഥ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് ഇവരുടേത്. ചെയ്തത് തെറ്റല്ലെങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒറ്റ ജമാഅത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ അത് വലിയ തെറ്റായി കണ്ട് അവർ റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? നാം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്ര ഫർളുകളാണ് കാരണമില്ലാതെ ഒഴിവാക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.